പങ്കെടുത്തില്ലെങ്കിൽ 250 രൂപ പിഴ നൽകണമെന്നൊരു വിചിത്ര ഉത്തരവ്. തിരുവനന്തപുരം അരുവിക്കര IMDR കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിലാണ് ഇത്തരത്തിലൊരു ഉത്തരവ് ഇറങ്ങിയത്. സംഭാവന നൽകാത്തവർ 500 രൂപ പിഴയും അടയ്ക്കണം കേട്ടോ. രണ്ടും പാലിക്കാത്തവർ 750 രൂപ അടയ്ക്കണമെന്നുമാണ് ഈ സർക്കുലറിൽ പറയുന്നത്. പിഴ അടച്ചില്ലെങ്കിൽ ഹോൾ ടിക്കറ്റ് തടയുമെന്നാണ് ഭീഷണി. ഉത്തരവ് വാർത്തയായതോടെ ഏതായാലും കോളേജ് പ്രിൻസിപ്പലിനോട് കേരള സർവകലാശാല VC വിശദീകരണം തേടിയിരിക്കുകയാണ്. ഗോപാൽ ശീലാസനലാണ് ചേരുന്നത്. ഗോപാൽ, പങ്കെടുത്തില്ലെങ്കിൽ 250, അതല്ലെങ്കിൽ സംഭാവന നൽകിയില്ലെങ്കിൽ 500 രൂപ പിഴ, ഇതൊന്നും പാലിച്ചില്ലെങ്കിൽ 750 രൂപ. ഇതെന്ത് കണക്കാണ് എന്ന് മാത്രമല്ല, എങ്ങനെയാണ് ഇങ്ങനെ ഒരു സർക്കുലർ ഇറക്കാനാവുക? അതേ ചോദ്യം തന്നെയാണ് ഈ വിഷയത്തിൽ കേരള VCയും ചോദിക്കുന്നത്. IMDR അഡ്വാൻസ്ഡ് സ്റ്റഡീസ് എന്ന് പറയുന്ന സ്ഥാപനം അരുവിക്കരയിലെ ചെറിയകുണ്ണി എന്ന പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഈ സ്ഥാപനത്തിൽ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം പിഴ എന്നുള്ളതാണ് കണക്ക്. ആ കോളേജ് ഡേക്ക് അന്നത്തെ ദിവസം കോളേജിൽ വരാതിരിക്കുകയോ പങ്കെടുക്കാതിരിക്കുകയോ ചെയ്താൽ 250 രൂപ. അതേസമയം തന്നെ കോളേജിനെ നടത്തുന്നതിന് വേണ്ടിയുള്ള സംഭാവന നൽകിയില്ലെങ്കിൽ 500 രൂപ. ഇത് രണ്ടും ചെയ്തില്ല എങ്കിൽ 750 രൂപ എന്ന പിഴ കാട്ടിയാണ് കോളേജ് പ്രിൻസിപ്പൽ JB രാജൻ ഒരു സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത്. ഈ പിഴ അടച്ചില്ലെങ്കിൽ ഹാൾ ടിക്കറ്റ് തടഞ്ഞു വെക്കുമെന്നും പരീക്ഷ എഴുതാൻ അനുവദിക്കുകയില്ല എന്ന ഭീഷണിയും അടക്കമാണ് ഈ കോളേജ് അധികൃതർ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ വെച്ചത്. ഇതോടുകൂടി തന്നെ എന്തെങ്കിലും കാരണവശാൽ വരാൻ സാധിക്കാതിരിക്കുകയോ സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം പണം നൽകാൻ കഴിയാതിരിക്കുകയോ ചെയ്താൽ വലിയ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുന്ന സ്ഥിതിയിലേക്ക് വിദ്യാർത്ഥികൾ എത്തുന്ന കാഴ്ചയുണ്ടായി. ഇതേ തുടർന്നാണ് വിഷയത്തിൽ ഇപ്പോൾ കേരള സർവകലാശാല VC മോഹനൻ കുന്നുമ്മൽ ഇടപെട്ടിരിക്കുന്നത്. എന്തടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ കോളേജ് വിദ്യാർത്ഥികളോട് അനധികൃതമായി പിഴ ഈടാക്കുന്നത് എന്ന ചോദ്യമാണ് വൈസ് ചാൻസലർ കോളേജ് പ്രിൻസിപ്പലിനോട് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു സർക്കുലർ പുറത്തിറക്കാനുള്ള സാഹചര്യം എന്താണ് എന്ന് വിശദമാക്കി രേഖാമൂലം വിശദീകരണം നൽകണമെന്നാണ് അദ്ദേഹം നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. ആ വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ കോളേജ് അധികൃതർക്കെതിരെ നടപടിയെടുക്കുമെന്ന താക്കീത് കൂടി സർവകലാശാല കോളേജ് നൽകിയിട്ടുണ്ട്. ശരി, ഗോപാൽ ശിലാസനാണ് വിശദാംശങ്ങൾ.